ഇൻസ്റ്റഗ്രാമിലേക്ക് ഓരോ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കാണണം. ഓ, ആ അമ്മ പറയുന്നതെല്ലാം കേൾക്കുന്ന കുറേ കുഞ്ഞുങ്ങൾ. എന്തോ ഒരു സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളിരിക്കുന്നത്. ഇവിടെ ഉണ്ട് കുറേ എണ്ണം, സർവ്വ സമയവും കീറ്റല. ഓ, അവരെയൊക്കെ ഒന്ന് കാണണം. ചില അമ്മമാർ പറയുന്നത് 3 മാസം തന്നെ പോട്ടി ട്രെയിൻ ചെയ്തെന്ന. ഇവരെയൊക്കെ കാണുമ്പോഴാ ഇൻസ്റ്റാഗ്രാമിലെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കണ്ട് ആകെ കിളി പോയോ? എങ്ങനെ ഇവരിതൊക്കെ സാധിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അതൊന്നും കണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ കയറ്റണ്ട കേട്ടോ. 3 മാസത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസർ അവരുടെ കൊച്ചിനെ പൊട്ടി ട്രെയിൻ ചെയ്യണമെങ്കിൽ വൗ, വെരി ഗുഡ് എന്ന് പറയുന്നതിൽ നമ്മൾ അതുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് അവസാനിപ്പിക്കണം. നമുക്ക് 3 മാസം നമ്മുടെ കുഞ്ഞിനെ പോട്ടി ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വേണ്ടെന്നേ. ഈ 3 മാസം ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്യാഷ് അവാർഡ് വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് അവാർഡൊന്നുമില്ല. ഒരു സൗകര്യമൊക്കെ തന്നെയായിരിക്കും, സമ്മതിച്ചു. നമുക്ക് ആ ഒരു സൗകര്യം നമുക്ക് പല രീതിയിലും അത് ഓവർകം ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഒരു പ്രായത്തിൽ നമുക്ക് അവർക്കത് ചെയ്തെടുക്കാൻ പറ്റൂല. എന്തായാലും ഓരോ ദിവസം പോട്ടി ട്രെയിൻ ആവുമല്ലോ. ഈ 3 മാസത്തിൽ തന്നെ ആവണമെന്ന് പറഞ്ഞാൽ എന്തിനാ? കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ക്യൂ കണ്ട് കുഞ്ഞ് കാല് പൊക്കുന്നതിൻ്റെ ആംഗിൾ മനസ്സിലാക്കി അവർ കുഞ്ഞിനെ പോട്ടി ട്രെയിൻ ചെയ്തെടുത്തു. വെരി ഗുഡ്. അവർക്ക് അതിനുള്ള സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവർ അതിനെ എഡ്യൂക്കേറ്റഡ് ആയിരുന്നിരിക്കാം അതിനെക്കുറിച്ച്. നമ്മളത് അറിഞ്ഞില്ല. നമ്മുടെ കൊച്ചിന് 7 മാസമായി പോട്ടി ട്രെയിൻ ആയില്ല. ഡിപ്രഷൻ വരാനെങ്കിൽ വേറെ വല്ലതും വേണോ? വെറുതെ എന്തിനാന്നേ? ചിലപ്പം അവരുടെ ഏറ്റവും നല്ല കഴിവ് എന്തായിരിക്കും? അവരുടെ കൊച്ചുങ്ങളെ 3 മാസത്തിൽ പോട്ടി ട്രെയിൻ ചെയ്യുന്നതായിരിക്കും അവരുടെ ഏറ്റവും നല്ല കഴിവ്. നമ്മുടെ കഴിവ് നല്ല മത്തിക്കറി വെക്കുന്നതോ, അല്ലെങ്കിൽ ബുള്ളറ്റ് ഓടിക്കുന്നതോ, അല്ലെങ്കിൽ നല്ലവണ്ണം ജോലി ചെയ്യുന്നതോ, നന്നായി കുട്ടികളെ പഠിപ്പിക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ കഴിവെന്നേ. 3 മാസത്തിൽ പോട്ടി ട്രെയിൻ ചെയ്യുന്നതല്ല നമ്മുടെ കഴിവ്. അങ്ങനെയൊക്കെ വിചാരിച്ച് വിട്ടാൽ മതി. പിന്നെ ഈ ഇൻഫ്ലുവൻസസിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ അമ്മമാരായിട്ടുള്ള. അവരിങ്ങനെ പറയുമായിരുന്നു, ആദ്യത്തെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ ടെൻഷനായിരിക്കുമല്ലോ. അപ്പം എൻ്റെ സാവൻ പോട്ടി ട്രെയിൻ ആവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷേ പുറത്തൊന്നും കാണിക്കാതെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയുന്നത്, 7 മാസത്തിൽ തന്നെ എൻ്റെ മോനെ, തമിഴാണ് കേട്ടോ അവർ, 7 മാസത്തിൽ തന്നെ എൻ്റെ മോനെ ഞാൻ പോട്ടി ട്രെയിൻ ആക്കിയായിരുന്നു എന്നൊക്കെ പറയും. ഞാനിങ്ങനെ വിചാരിക്കും, ഞാനൊരു പരാജയമാണല്ലോ, എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം, എൻ്റെ കൊച്ചിനെ ഒന്ന് പോട്ടി ട്രെയിൻ ചെയ്യിക്കാൻ പോലും, ആ രീതിയിലൊന്നും അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവൻ്റെ പുറകെ നടക്കുകയും ഇവനെ കൊണ്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഫോഴ്സ് ചെയ്യിപ്പിച്ചാൽ എന്ത് പറ്റും? നേരെ ഉൾട്ട എഫക്റ്റാണ്. പോട്ടി ട്രെയിനൊന്നും ആവില്ല. അപ്പം ആ ഒരു ഉദ്യമം അവിടെ ഞാൻ പിന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാൻ പിന്നെ എന്തെങ്കിലും ആട്ടെന്ന് വെക്കേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞൊരു 2-2.5 വയസ്സൊക്കെ കഴിഞ്ഞ് 3 വയസ്സൊക്കെ ആറായപ്പോഴത്തേനും സാവൻ പോട്ടി ട്രെയിൻ ആയേ. അപ്പോൾ എൻ്റെ ഈ മറ്റേ ഫ്രണ്ടില്ലേ നേരത്തെ 7 മാസത്തെ കൊച്ചിനെ പോട്ടി ട്രെയിൻ ചെയ്തത്, അപ്പോൾ അവൾ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഇടുവാണ്, നൈറ്റ് ടൈം നമ്മൾ ജസ്റ്റ് ഡയപ്പർ ഇടും, പകൽ സമയമൊന്നും ഡയപ്പറിൻ്റെ ഒരു ആവശ്യമില്ല, അവൻ ട്രെയിൻഡാണ്. നൈറ്റ് ടൈം പക്ഷേ ഇപ്പോൾ ഇടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, 7 മാസത്തിലെ പോട്ടി ട്രെയിൻ ആയ കൊച്ചിന് 3-ാം വയസ്സിൽ എന്തിനാണ് രാത്രി കിടക്കാൻ നേരം ഡയപ്പർ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ മോൻ പോട്ടി ട്രെയിൻ അല്ലായിരുന്നോ? എൻ്റെ മനസ്സിലുണ്ട്, ദൈവമേ ഇതിനെ ഓർത്താണല്ലോ ഞാൻ ആഴ്ചകളോളം എൻ്റെ മനസ്സമാധാനം കളഞ്ഞത്. അപ്പോൾ അവൾ പറയാം, ആയിരുന്നു, പോട്ടി ട്രെയിൻ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പോട്ടി ട്രെയിൻ അല്ലാതായിരുന്നു. നമ്മൾ പോട്ടി ട്രെയിൻ ആയെന്ന് പറയുന്നത് എപ്പോഴാണ്? കൊച്ചുങ്ങൾ സ്ഥിരമായി ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കാനും അപ്പിടാനും തയ്യാറാകുന്നതാണ് പോട്ടി ട്രെയിൻഡ്. അല്ലാണ്ട് ഒരു ദിവസം എൻ്റെ കുഞ്ഞ് ഞാൻ ഡയപ്പറിലൊന്നും മൂത്രം ഒഴിച്ചില്ല, അല്ലെങ്കിൽ നിലത്ത് മൂത്രം ഒഴിച്ചില്ല, ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചെന്ന് പറയുന്നതാണോ പോട്ടി ട്രെയിൻഡ്? അതല്ല പോട്ടി ട്രെയിൻഡ്. അതുപോലെ എന്തോ സംഭവമാണ് ആ കൊച്ചു പറഞ്ഞത്. അത് കേട്ട് എൻ്റെ സമാധാനം ഞാൻ കളഞ്ഞു. എൻ്റെ കൊച്ചിനെ ഞാൻ ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചു, വെറുതെ ആയിപ്പോയി. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഈ കൊച്ചു ഫുള്ളി പോട്ടി ട്രെയിനൊന്നും ആയിട്ടില്ല. നമുക്ക് അറിയാം, നമുക്ക് ഒരു പ്രായത്തിലേ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒടുവിൽ എന്താണ് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പം ഒരു ഗുഡ് ബോയ് അല്ലെ ഗുഡ് ഗേൾ ആവാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ചെയ്തു തരും. നമ്മൾ ഇമ്പ്രസ് ചെയ്യാനുള്ള ശ്രമമാണ്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു 2 വയസ്സ്, അതൊക്കെ ഒരു 1.5 വയസ്സിലാണ് കേട്ടോ. 2 വയസ്സാകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, ശരി എനിക്കും ഉണ്ടൊരു ഈഗോ, അവരോട് പോയി പണി നോക്കാൻ പറ, ഞാൻ ചെയ്യൂല്ലത് എന്നുള്ള ഒരു ലെവലിലേക്ക് അവരെത്തും. അപ്പോൾ എന്താ, ഇതുവരെ നമ്മൾ പറയുക പോലും ചെയ്യാതെ തന്നെ വാരിക്കഴിച്ചുകൊണ്ടിരുന്ന, പോട്ടി ട്രെയിൻഡ് ആയതുപോലെ ഭാവിച്ചുകൊണ്ടിരുന്ന, ബാത്റൂമിൽ പോയി മൂത്രം ഒഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കുട്ടി സൗകര്യപ്പെടില്ല. ഞാൻ മുറ്റത്തൊഴിക്കും മൂത്രം, അല്ലെങ്കിൽ ഞാൻ ഹോളിൽ നടുക്കൊഴിക്കും മൂത്രം, ചോറ് ഞാൻ കഴിക്കില്ല, വേണമെങ്കിൽ എനിക്ക് വാരി തന്നോളൂ എന്ന ലെവലിലേക്ക് മാറും. അതെല്ലാം ഓരോ സ്റ്റേജസ് ആണ് കുഞ്ഞുങ്ങളുടെ. നമ്മളിപ്പോൾ 2 ദിവസം കൊച്ചുങ്ങൾ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചെന്ന് പറഞ്ഞ് പോട്ടി ട്രെയിൻഡ് ആയെന്ന് പ്രഖ്യാപിക്കരുത്. അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇതുപോലൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സും നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഓരോന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ എൻ്റെ കൊച്ചു പോട്ടി ട്രെയിൻഡ് ആയിട്ടും 7 മാസത്തിലായി എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സമാധാനം കളഞ്ഞ കൊച്ചിൻ്റെ മോൻ പോട്ടി ട്രെയിൻഡ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, ഇപ്പം ഞാനും
വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ, അതിൽ എൻ്റെ കൊച്ചുങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് നന്നായിട്ടാണ് ആ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് ചെയ്യുമ്പോഴത്തേനും മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ, അമ്മച്ചിയാണ് ആ വീഡിയോ ഞാൻ ഉപയോഗിക്കില്ല. നന്നായി ചെയ്യുന്ന വീഡിയോ അല്ലേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. അവർ വായിക്കുന്നതോ അവർ കളിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറത്തോ ആൾക്കാർ കാണേണ്ടതാത്തോ ഞാൻ ഉദ്ദേശിച്ച രീതി വരാത്തോണെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ലെന്നേ. ഞാൻ സത്യസന്ധമായി പറയുക, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു സാധനം വരുത്തണം വരെ ഞാൻ ഷൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ ആ അറ്റൻറ്റ് ഉപേക്ഷിക്കുകയോ ചെയ്യും. അപ്പം നിങ്ങളത് കാണില്ല. നന്നായി വന്ന ഒരു കാര്യമാണ്, ഞാൻ ഉറപ്പായും ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ അപ്ലോഡ് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെ തന്നെയായി ഇൻഫ്ലുവൻസേഴ്സും. അവർ ഈ ചെറുതിലെ പോലെ ഈ ക്യാമറയും തൂക്കി ഇങ്ങനെ നടക്കില്ല. അതിൻ്റെ ഒരു ശീലം അവരുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവും. പിന്നെ ഇവർ എത്രത്തോളം കോണ്ടന്റ് എടുത്തിട്ടാണ് ഒരു കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതെന്നറിയാമോ? ആ എത്രത്തോളം കോണ്ടന്റ്, ഒരു 100 കോണ്ടന്റ് എടുത്തതിൽ 98ാമത്തെ അടിക്കൊന്ന് ശരിയായേ. അത് ശരിയായെന്ന് പറഞ്ഞാൽ ഏകദേശം അവർ വിചാരിച്ചതിൻ്റെ മൊത്തം ഒന്നും എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ 2 കൂടെ എടുത്ത് ഈ നടക്കില്ലെന്ന് പറഞ്ഞ് നടുവഴച്ചിട്ടായിരിക്കും അവർ നിർത്തുന്നത്. അപ്പോൾ ഈ 98ാമത്തെ ശരിയായപ്പോൾ 100 എടുത്തതിൽ അതിനർത്ഥം എന്താ? ബാക്കി ഒന്നും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ എന്ത് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരണമെന്ന് വിചാരിക്കില്ലേ? നമ്മളെപ്പോലെ തന്നെയുള്ള കുഞ്ഞുങ്ങളാണ്. അത് അവരുടെ ജോലി ആയതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു. അങ്ങനെ ഇൻസ്റ്റയിലും ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ട് നമ്മുടെ കുഞ്ഞിനെ, നമ്മളെയും പറ്റിയുള്ള നമ്മുടെ ഒരു സെൽഫ് വർത്ത് ഒന്നും കളയേണ്ട ആവശ്യമില്ല. നല്ല കാര്യങ്ങളാണ്, ഏറ്റവും നല്ല ലൈറ്റിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. മോശം രീതിയിൽ കാണണമെങ്കിൽ അത് ഏതെങ്കിലും ശത്രുക്കളോ വഴിപോക്കനോ ഒക്കെ ഷൂട്ട് ചെയ്ത് രഹസ്യം ഷൂട്ട് ചെയ്തിടുന്നതായിരിക്കും. ബാക്കി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ഇൻഫ്ലുവൻസസ് ഇടുന്നതൊക്കെ അവരത് ഏറ്റവും ബെസ്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് എടുത്താണ് ഇടുന്നത്. അതൊന്നും കണ്ട് നമ്മുടെ മനസ്സമാധാനം കളയണ്ട. ഒരു രസത്തിന് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടോളൂ. അതൊന്നും തലയിലേറ്റണ്ട. അയ്യോ എന്നെക്കൊണ്ട് പറ്റിയില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. അത് അതിൻ്റെ മുറയ്ക്ക് നടന്നോളും. നമ്മൾ വെറുതെ ടെൻഷനായി ഈ കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായത്തിലെ ഓരോ സ്റ്റേജിലെയും കാര്യങ്ങളെ പറ്റിയൊക്കെ ആദ്യം പിടിച്ച് ആ സ്റ്റേജിലെത്താം. അയ്യോ മൈൽ സ്റ്റോൺ കൃത്യം ഇത്ര മാസത്തിൽ അത് അച്ചീവ് ചെയ്യണം, അത് ചെയ്തില്ലാന്ന് പറഞ്ഞ് ടെൻഷനൊന്നും അടിക്കണ്ട. ആ മൈൽ സ്റ്റോൺ മാസമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയേക്കാം. അതൊരു ടെൻഷൻ വേണ്ട. നമ്മൾ ആ ഒരു നമ്മുടെ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന രീതിയിലോ അങ്ങ് പോയാൽ മതി. ഇനി ഇൻഫ്ലുവൻസർ ആകാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നോക്കി ഷൂട്ട് ചെയ്തെടുക്കുക, നിങ്ങളുടെ കൊച്ചുങ്ങൾ അനുവദിക്കുമെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതി. അല്ലാണ്ട് ഇതിലൊന്നും അങ്ങ് അന്ധമായി പോയി വീണ് അയ്യോ എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ പരാജയമാണെന്നൊന്നും വിചാരിക്കരുത്. എല്ലാവരും ബേബി സ്റ്റെപ്സ് എടുത്ത് തന്നെയാണ് പോകുന്നത്. ആർക്കും മറ്റേ പ്രയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യത്തെ കുഞ്ഞുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണ്. രണ്ടാമത്തെ കുഞ്ഞായാലും അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം രണ്ട് കുഞ്ഞുങ്ങളാണ്. നമുക്കൊന്നും നേരത്തെ പോയി പഠിച്ചിട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ കഴിവ് 3 മാസത്തിൽ പൊട്ടിട്ടറിയും ചെയ്യുന്നതും ആയിരിക്കില്ല. സോ അതൊന്നും വെറി ചെയ്യണ്ട.